തെറ്റുകളെ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്കിതാണ് ഇപ്പം ശരി, ഇങ്ങനെ ഞാൻ ജീവിക്കും. നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്നൊരു വാക്കാണ്, നിങ്ങൾ അധികം എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അപ്പോൾ അച്ഛന്മാരോടാണെങ്കിലും ടീച്ചേഴ്സിനോടൊക്കെ ആണെങ്കിലും വീട്ടിൽ മാതാപിതാക്കന്മാരാണെങ്കിലും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നേ? ഇതെൻ്റെ ജീവിതമല്ലേ. സഭ എന്തിനാണ് ഇങ്ങനെ ഈ കാര്യത്തിനകത്തെല്ലാം വരുന്നത്? യുവതീവാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അവർ ചോദിച്ചിട്ടുള്ള ചോദ്യം, വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യത്തിൻ്റെ അകത്ത് സഭയ്ക്ക് നല്ല കൃത്യമായ നിലപാടുകൾ എല്ലാത്തിൻ്റെ അകത്തുണ്ട്. എന്തിനാ സഭ ഇതിനകത്തെല്ലാം കയറി ഇടപെടുന്നത്? ഞങ്ങളുടെ ജീവിതമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾ ജീവിക്കും. അപ്പോൾ എൻ്റെ ശരി അത് ഞാൻ തീരുമാനിക്കും, ദൈവം ഇടപെടേണ്ട ആവശ്യമില്ല. ശരി തെറ്റുകളെ ഞാൻ ദൈവപ്രമാണങ്ങളെ നിസ്സാരമായി കരുതിക്കൊണ്ട് ദൈവപ്രമാണങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് സന്തോഷം നൽകുന്നത് എന്തോ അതുകൊണ്ടാണ് കണ്ണിന് കൗതുകകരം, നാവിന് രുചികരം, എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക്, എൻ്റെ വൈകാരിക മേഖലകൾക്ക് സന്തോഷം നൽകുന്നത്, സംതൃപ്തി നൽകുന്നത്, അത് ഞാൻ ചെയ്യും. അതിനകത്ത് ശരിയും തെറ്റൊന്നുമില്ല, അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ തലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം എന്ന് സുഭാഷിതങ്ങളോട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ ദൈവം അതിനു മുന്നേ വലിയ കൃത്യമായ കൽപ്പന കൊടുത്തു, ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്. ഒരു ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ മോശ പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കയറി പ്രാർത്ഥിച്ചിരുന്നു. മോശ പറയാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ 32:1 പുറപ്പാട് 32:1 മോശ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആളുകൾ വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കിത്താ. പറയാം, അഹ്റോനോട് വന്ന് പറയാം, ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കിത്താ. പിന്നെയോ ഈ ദൈവത്തിൻ്റെ കൽപ്പനയെ നിസ്സാരമായി കണ്ടുകൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. അതിൻ്റെ പരിണത ഫലങ്ങൾ നമുക്കറിയാം. മുന്നോട്ട് പോകുമ്പോൾ ദൈവം തന്നെ മോശയോട് പറയുന്നുണ്ട്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഇതിൻ്റെ ഇടപെടരുത്, എനിക്ക് വല്ലാത്ത രീതിയിൽ കോപത്താൽ ജ്വലിക്കുകയാണെന്ന് 32-ാം അധ്യായത്തിന് 9-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ക്രോധം ആളി കത്തിയെന്ന. കാരണം എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനയെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമായി കരുതി. ഇതിന് നല്ലൊരു ഉദാഹരണം പുതിയ നിയമത്തിലുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമായി കരുതിയ ഈശോയുടെ ഒരു ശിഷ്യൻ, അതാരായിരിക്കും? ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമായി കരുതിയ ഒരു ശിഷ്യൻ. ആ ശിഷ്യൻ്റെ പേരാണ് യൂദാസ്. യൂദാസിന് ഈശോ പല തവണ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ 12 പേരല്ലേ തിരഞ്ഞെടുത്തത്, നിങ്ങളിൽ ഒരാൾ പിശാചാണ്. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? യൂദാസ് കേട്ടോണ്ടായിരിക്കുന്നത്. യൂദാസിന് അറിയാതെ നമുക്ക് കിട്ടാമെന്നുള്ളത്. പക്ഷെ യൂദാസ് ഒന്നും അറിയാൻ മേലാത്തതുപോലെ പെരുമാറുന്നുണ്ട്. വചനത്തിലേക്ക് വന്നാൽ നമുക്കൊരു വചനഭാഗം കൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 26 അതിൻ്റെ 21, 22 വചനങ്ങളിലേക്ക് പറയുമ്പോൾ ഈശോ പറയുന്ന വചനഭാഗങ്ങളാണ്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റും. ഈശോ പറയാം. അപ്പോൾ ഈ എല്ലാവരും ഇരിപ്പുണ്ട്. വചനം എങ്ങനെയാണ്? 22 അവരെല്ലാവരും അതീവ ദുഃഖിതരായി. അപ്പോൾ ഓരോരുത്തർ പറയാണ്, അത് ഞാനാണോ എന്ന് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ 25-ാമത്തെ വചനമാണ് നമുക്ക് തമാശയായിട്ട് തോന്നുന്നത്. അവനെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന യൂദാസും അവനോട് ചോദിച്ചു, ഗുരു അത് ഞാനാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ യൂദാസ് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരാളിനെ ഒറ്റ കൊടുത്ത്. യൂദാസ് ചോദിക്കുക, ഒന്നും അറിയാൻ മേലാത്തതുപോലെ, അത് ഞാനാണോ? അപ്പോൾ ഈശോ കൃത്യമായ രീതിയിൽ യൂദാസിന് മറുപടി കൊടുക്കുന്നുണ്ട്, നീ അത് പറഞ്ഞു കഴിഞ്ഞു. അത് ഏതാണ്ട് ലാസ്റ്റ് വാണിംഗ് ആണ്. അടുത്തത് ഇവർ ഏറ്റുപോവാണ് ഒറ്റ കൊടുക്കാൻ. അതിന് മുന്നേ വരെ യൂദാസിനെ കൃത്യമായ രീതിയിൽ ദൈവം ഓർപ്പിച്ചു, മോനെ നീ ചെയ്യാൻ പോകുന്ന അപകടത്തിലേക്ക്. ഇപ്പം നിനക്ക് പിന്മാറാനായിട്ടൊരു അവസരമുണ്ട്. ഒരു വാണിംഗാണ് ദൈവം കൊടുക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ്. പക്ഷെ അതുവരെയും യൂദാസ് വളരെ നിസ്സാരമായിട്ട് കരുതി തള്ളിക്കളയാൻ. അവസാനമാണ് അപ്പക്കഷണം മുക്കി കൊടുക്കുന്നു. പിശാച് അവന് പ്രവേശിക്കുന്നത് പകരം എഴുതി കുർബാന സ്വീകരിച്ച് പിശാച് അവന് പ്രവേശിച്ചു എന്നാണ്. ശേഷം യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് പോകണം. എന്നുവെച്ചാൽ യൂദാസിന്റെ ജീവിതത്തിൽ ഈ പ്രമാണങ്ങളെ, ആത്മീയതയെ ഈശോയോട് ചേർന്ന് നിന്ന് ഇത്രയും ആത്മീയ പശ്ചാത്തലത്തിൽ, ആത്മീയ അനുഗ്രഹത്തിന്റെ അകത്ത് ജീവിച്ച ഒരു മനുഷ്യന് എന്ത് ചെയ്തു? ഈ പ്രമാണങ്ങളെ, ദൈവത്തിന്റെ വാക്കുകളെ നിസ്സാരമായി കരുതി തള്ളിക്കളഞ്ഞ് അവസാനം വലിയൊരു അപകടത്തിലേക്ക് ഇദ്ദേഹം നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ആത്മശോധന ചെയ്യേണ്ട ഒരു മേഖലയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ
തീരുമാനങ്ങൾ എടുക്കുന്നത് ബൈബിളോ സഭയോ സുവിശേഷമോ ആണോ? അതോ ഞാൻ കുറേ നന്മ ചെയ്യുന്നുണ്ട്, കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ വേറെ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പാപം എനിക്ക് ചെയ്യാം, കുറച്ച് പാപങ്ങൾ എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഈ പാപം ഞാൻ ഇന്ന ഒരാളുടെ ഇന്നൊരു കേസ് അതിൻ്റെ അകത്ത് ഞാൻ വിട്ടുവീഴ്ച ചെയ്തില്ല, ബാക്കിയൊക്കെ ഞാൻ നല്ല മനുഷ്യനാണ്. നമുക്കറിയാം അത് തെറ്റാണെന്നുള്ളത്. പക്ഷേ എന്തോ നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് ഇത് സാരമില്ല, ഇത് കുഴപ്പമില്ല, നമ്മളതിനെ അങ്ങോട്ട് നിസ്സാരവൽക്കരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില പാപത്തിൻ്റെ മേഖലകളെ അത് മാത്രം നമ്മൾ മൂടി വെക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് മാറുക. ആ മേഖലകളിലേക്ക് എന്നെനിക്ക് ഈശോയെ കൊണ്ടുവരാൻ പറ്റണം. ആ മേഖലകളിലേക്കാണ് ഈശോ ഇറങ്ങേണ്ടത്. അവിടെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയാണ്. പിശാചിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള ചില ബോധ്യങ്ങൾ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കും. അവൻ നുണയെ പറയുള്ളൂ. നീ ഇങ്ങനെ ജീവിച്ചാൽ മതി, ഇത്രയും നല്ലതല്ലേ,